ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത് ഒരു മഷ്റൂം റെസിപ്പിയാണ്. ആവശ്യമുള്ള സാധനങ്ങൾ നോക്കാം. ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മഷ്റൂം, ഇഞ്ചി, വെളുത്തുള്ളി, സവാള, തക്കാളി. ഞാനിവിടെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും 2 അല്ലി വെളുത്തുള്ളിയും 1.5 തക്കാളിയും 1.5 സവാളയുമാണ് എടുത്തേക്കുന്നത്. ചൂടായി വന്ന പാനിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഈ റെസിപ്പിയിൽ ഞാൻ കടുക് യൂസ് ചെയ്യുന്നില്ല. കടുകിൻ്റെ ടേസ്റ്റും സ്മെല്ലും ഒക്കെ ഇഷ്ടമുള്ളവർക്ക് എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് പൊട്ടിച്ചിട്ട് ബാക്കി ഐറ്റംസ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പക്ഷെ ഞാനിവിടെ ഈ റെസിപ്പിയിൽ കടുക് ചേർക്കുന്നില്ല. ചൂടായി വന്ന വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയുടെ കൂടെ തന്നെ നമുക്ക് വെളുത്തുള്ളി ആഡ് ചെയ്യാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കൂടെ ഞാനതിൻ്റെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ട് വരണം. ഒരു 3/4 വഴക വരെ വരുമ്പോഴത്തേക്ക് നമുക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിത് നന്നായിട്ട് വഴറ്റുന്നുണ്ട്. ഒരു 3/4 വഴവായപ്പോഴത്തേക്ക് ഞാൻ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 3/4 വഴവായപ്പോഴത്തേക്ക് ഇടാൻ കാരണം ഫുൾ വഴവാണെങ്കിൽ സവാള ഭാഗമാകുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും കരിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഒരു 3/4 വഴവിൽ തന്നെ സവാള ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി എല്ലാവർക്കും അറിയുന്നൊരു ചെറിയ ടിപ്പാണ് ഞാനിവിടെ ചെയ്ത് കൊടുക്കുന്നത്. ലേശം ഉപ്പ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഉപ്പ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഇത് പെട്ടെന്ന് വഴന്ന് വരും. അപ്പോൾ നമ്മളിപ്പോൾ തീ കൂട്ടിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ശ്രദ്ധ ഒന്ന് പോയി കഴിഞ്ഞാൽ തന്നെ ഈ കൂട്ട് കരിയാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഒരു അത്യാവശ്യം ഫ്ലെയിമിൽ ഇട്ടിട്ട് കുറച്ച് ഉപ്പൂടെ ആഡ് ചെയ്തിട്ട് നമ്മളിത് ഇളക്കിക്കൊണ്ടിരുന്നാൽ പെട്ടെന്ന് തന്നെ ഇത് വഴന്ന് കിട്ടുന്നതാണ്. ഈ വഴന്ന് വന്ന് സവാളയിലേക്ക് നമുക്ക് തക്കാളി ആഡ് ചെയ്യാം. 1.5 തക്കാളിയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. നമ്മൾക്ക് മെയിനായിട്ടുള്ള എല്ലാ കറികളിലും നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് തന്നെയാണ് ഇവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന അല്ലെങ്കിൽ പഠനത്തിനായാലും ജോലിക്കായാലും ഒക്കെ താമസിക്കുന്ന പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കൊക്കെ പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ഈ ഒരു കറി ഉണ്ടെങ്കിൽ മതി. അല്ലെങ്കിൽ ഒരു റോസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ചോറോ ചപ്പാത്തിയോ അല്ലെങ്കിൽ ദോശയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും, അല്ലെങ്കിൽ ബ്രെഡോ അങ്ങനെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് ഈ റെസിപ്പി യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ തക്കാളിയൊക്കെ ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് മസാലകളൊക്കെ എടുക്കാം. നമ്മളിവിടെ എടുക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. ഇപ്പോൾ ഈ എരിവൊക്കെ പാകത്തിന് ഓരോരുത്തരുടെ സ്വാദിനും പാകത്തിനും അനുസരിച്ച് നമുക്കിവിടെ മസാലപ്പൊടികളെല്ലാം എടുക്കാവുന്നതാണ്. 1.25 സ്പൂൺ മല്ലിപ്പൊടി. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഫ്രീഡം ഉള്ളൊരു റെസിപ്പിയാണിത്. ശേഷം അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും പെരുംജീരകവും എടുക്കുന്നുണ്ട്. ഒപ്പം മസാലക്കൂട്ട് ഞാൻ എടുക്കുന്നുണ്ട്. ഗരം മസാലക്കൂട്ടാണ്. നമുക്ക് വഴന്ന് വന്ന ഈ കൂട്ടിലേക്ക് പൊടി ഐറ്റംസ് എല്ലാം ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഈ മസാലയുടെ പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റണം. ഇതൊന്ന് ചെറിയ തീയിൽ നമുക്ക് മൂത്ത് വരുമ്പോഴത്തേക്ക് 1 സ്പൂൺ ചിക്കൻ മസാലയും കൂടെ ചേർത്തിട്ട് മസാലക്കൂട്ടിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം. ഈ ചിക്കൻ മസാല ചേർക്കുന്നത് ഓപ്ഷണലാണ്. പറഞ്ഞല്ലോ, നമുക്ക് ഭയങ്കര ഫ്രീഡം ഉള്ളൊരു റെസിപ്പിയാണിത്. അപ്പോൾ നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് നമുക്കിത് ചെയ്യാം. ചിക്കൻ മസാല ചേർക്കുമ്പോൾ കുറച്ചുകൂടെ ഫ്ലേവേർഡ് ആകും, അത്രയേ ഉള്ളൂ. അപ്പോൾ പച്ചമണമൊക്കെ മാറി വന്ന ഈ മസാലക്കൂട്ടിലേക്ക് പാകത്തിന് വെള്ളം ഒഴിക്കാം. അപ്പോൾ നമുക്ക് കറിയായിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിക്കാം. അല്ല റോസ്റ്റ് പരുവത്തിലാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം മതിയാകും. അപ്പോൾ നമുക്ക് വെള്ളമൊക്കെ ഒഴിച്ച് ഈ കൂട്ടൊന്ന് തിളച്ച് വരണം. തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന കൂൺ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂണിനകത്ത് നന്നായിട്ട് മസാല പിടിക്കാൻ പാകത്തിന് അതൊക്കെ ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി മസാലയെല്ലാം നന്നായിട്ട് യോജിപ്പിക്കുക കൂണുമായിട്ട്. ശേഷം നമുക്ക് പാകത്തിന് ഉപ്പ് ചേർക്കാം. നമ്മൾ ആദ്യം കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ചേർക്കുക. ശേഷം അടച്ച് വെച്ച് വെന്ത ശേഷം നമുക്കൊരു നുള്ള് കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് സെർവ് ചെയ്യാം. എല്ലാവർക്കും പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.